ഹായ് ഓൾ, നമുക്ക് കല്യാണത്തിന് പോകാൻ റെഡിയാവാം. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ഔട്ട്ഫിറ്റിന്. ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു റെഡിഷ് ബ്രൗൺ അല്ല റെഡിഷ് റെഡ് എന്ന് പറയാം. റെഡിഷ് റെഡ് ടൈപ്പിൽ വരുന്ന താഴെ ബ്രൊക്കേഡൊക്കെ വരുന്ന ഒരു ഗൗണാണ് ഇത്. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഷോള് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിലേ ഉള്ളൂ ഹാൻഡ് വർക്ക്. പിന്നെ ഇതിൻ്റെ 2 അറ്റത്തായിട്ട് ഞാൻ ഹാങ്ങിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് കണക്കുള്ള വർക്ക് ചെയ്ത ഷോളിൽ ഹാങ്ങിങ് ഒക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ബ്ലാക്ക് ആണ്. നമ്മൾ നേരത്തെ കണ്ട റെഡിഷ് റെഡ് ഗൗണില്ലേ, അതിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബ്രൊക്കേഡിൽ ഞാൻ ഈ നെറ്റിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൽ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കാണാൻ. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് പ്രാന്തിയാണ്, അതുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സിന് എവിടെ കണ്ടാലും എനിക്ക് ചേരുന്നതാണെങ്കിൽ ഞാൻ പോയി എടുക്കും. ഇതാണ് അതിൻ്റെ ഷാള് വരുന്നത്. ഷാളിൻ്റെ 4 സൈഡിലും ഞാൻ ഈ ബ്രൊക്കേഡിൻ്റെ ബാലൻസ് വന്നത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ബോർഡർ കൊടുത്തതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഇത്താടെ റെക്കമെൻഡേഷൻ ആയിരുന്നു അങ്ങനെ കൊടുക്കാന്നുള്ളത്. ഇതും ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ. ഐ ആം ഗോയിങ് ഫോർ ദിസ് വൺ ഗൈസ്. എൻ്റെ അടുത്ത് ഇനി ഒരു 10 കളർ കൊണ്ടുവന്ന് വെച്ചിട്ട് ബ്ലാക്ക് ഒരു സൈഡിൽ വെക്കുവാണെങ്കിൽ ഞാൻ ബ്ലാക്ക് മാത്രമേ ചൂസ് ചെയ്യൂ. എനിക്ക് അത്രയും ഭ്രാന്താണ് ബ്ലാക്കിൽ. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. അതേ, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാനിടുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി മുന്നേ ഞാൻ ഇച്ചിരി കൂടി മെലിഞ്ഞിട്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി രസമായിരുന്നു കേട്ടോ കാണാൻ. ഇനി നമുക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സ് കാണാം. കുഞ്ഞിപ്പെണ്ണിന് ഞാൻ സെയിം എൻ്റെ അതേ ബ്രൊക്കേഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കാണിക്കുന്നത്. അതൊരു ഫ്രോക്കാണ് കേട്ടോ. പഫ് കൈയൊക്കെ വന്നിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു, മേക്കപ്പൊക്കെ ചെയ്തു. ഇതാണ് എൻ്റെ ടോട്ടൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഷാൾ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഇടും. ചിലപ്പോൾ ഞാൻ അഴിച്ചിടും. എന്തായാലും ഷാൾ ഇല്ലാതെ ഞാൻ പോവില്ല. ഒന്നെങ്കിൽ ഷാൾ വൺ സൈഡ് ഇടും, അല്ലെങ്കിൽ ഷാൾ തലയിൽ കൂടി ഇടും. വൺ സൈഡ് ഞാൻ അങ്ങനെ ഇടാറേ ഇല്ല. മിക്കപ്പോഴും ഒന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന കണക്കോ, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഷോൾ ഇടുന്ന കണക്ക് അങ്ങനെ തട്ടമായിട്ട് ഇടത്തോളൂ. മിക്കപ്പോഴും ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതി ഇത് കണക്കാണ് ഞാൻ ഷാൾ ഇടുന്നത്. അപ്പോൾ നമുക്കിനി കല്യാണത്തിന് പോയിട്ട് വരാം.